കറണ്ട് ബില്ല് കാണന്മാനില്ല. ഞാൻ സൂക്ഷിച്ചാലെ മേളിൽ എന്താ വെച്ചിരുന്ന തൂത്തുവാരി കളഞ്ഞു. ഇതിപ്പോ 9115 രൂപയാണ് നമുക്ക് 2 മാസം കൂടി വന്ന വണ്ടി എടുത്തതിന് ശേഷം വന്ന കറണ്ട് ബില്ല് എന്ന് പറയുന്നത്. 9000 രൂപ ഗൈസ്. അതിനകത്ത് നോർമലി നമുക്ക് മാസം വരുന്നത് 4000 വരത്തില്ല, 3000 അത്രേ ഉള്ളായിരുന്നു. 3000 ഉള്ളായിരുന്നു നമുക്ക് വരുന്നത്. കാരണം നമുക്ക് ഒരു AC വാഷിംഗ് മെഷീൻ എല്ലാം കൂടി 3000, മാക്സിമം 3000 വന്നിട്ടുള്ളൂ, അതിൽ കൂടെ വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു 6000 കൂടി എക്സ്ട്രാ ആയി. പക്ഷെ അത് 5000 കിലോമീറ്റർ ഓടി. നമ്മൾ 5000 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഞാൻ പുറത്തുനിന്ന് ചാർജ് ചെയ്ത് ഒരു 3-4 വട്ടം മാത്രമേ പുറത്തുനിന്ന് ചാർജ് ചെയ്തിട്ട് കാണും. അല്ലാണ്ട് എല്ലാം വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തേ. സോ 9000 രൂപയാണ് സുഹൃത്തുക്കളെ കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. സോ എങ്ങനെയുണ്ട് കറണ്ട് ബില്ല് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോട്ടോ. 9000 രൂപയോ ഞെട്ടി. പിന്നെ ഏട്ടൻ പറഞ്ഞു ലാഭമാണ്, അതുകൊണ്ട് പിന്നെ എന്റെ ഞെട്ടിലങ്ങ് മാറി. ശരിയാ, കുഴപ്പമില്ല. ഇപ്പോഴും ചാർജ് കുത്തിയിടത്തേയില്ല പറയും. പിന്നെ നമുക്ക് പുറത്ത് കുത്തിയിട്ടാലോ, പക്ഷെ വീട്ടിൽ വന്ന് വീട്ടിലെ കുത്തിയിടും. എന്തുവാ വരുന്നില്ല, വരത്തില്ല. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോവാണ്. ഞാൻ ഒറ്റയ്ക്ക് അവരെ ഹോസ്പിറ്റലിൽ ഇറക്കി. ഇന്ന് അമ്മയ്ക്ക് റിവ്യൂ ആണ്. ഇന്ന് അവര് ഐയുടെ ഇതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്യും. എന്നിട്ട് അതിന്റെ ഗ്ലാസ് കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ട്. അപ്പോ അതല്ല ഇപ്പം ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയത്തില്ല, ട്രിവാൻഡ്രത്തുള്ള എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പൊ ട്രിവാൻഡ്രത്തെ ക്ലൈമറ്റ് എന്തോ ഒരുമാതിരി മൂടി നിൽക്കുവാ. മൂടൽ, ഒരു വെയിലില്ല. ഇപ്പൊ സമയം 4 മണിയാണ്. 4 മണിക്കൊക്കെ ഇമാതിരി ക്ലൈമറ്റ് ഒക്കെ. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവിടെ എന്തോ ഊട്ടി, ഒരു മിനി ഊട്ടി കൊടൈക്കനാൽ ഫീല്. എത്ര പേർക്ക് ഇത് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇന്നലെ നമ്മൾ കഴക്കൂട്ടം പോകുന്ന സൈഡും ആ സൈഡ് നമ്മുടെ ലുലു മാളിലൊക്കെ പോകുന്ന റോഡ് ഫുള്ളിങ്ങനെ ഒരുമാതിരി മൂടി. ഏതാണ്ട് 3 മണി സമയത്താണ്. നല്ല വെയിലുള്ള സമയമാണ് സാധാരണ. പക്ഷേ അടിപൊളി ക്ലൈമറ്റാണ്. ഞാൻ കാണിച്ചു തരേ. നിങ്ങൾ കണ്ടോ, ഈ സമയം കറക്റ്റ് 4 മണി ആയിട്ടേ ഉള്ളൂ. 4 മണിയുടെ ക്ലൈമറ്റ് ആണോ ഇത്? വീഡിയോയിൽ എത്രത്തോളം കാണുന്ന അറിയത്തില്ല. വെയിലെന്ന് പറയുന്നൊരു സാധനമില്ല. നമുക്കൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല, അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. സാധാരണ നമ്മളിവിടെ അങ്ങനെ ട്രിവാൻഡ്രത്തൊന്നും അങ്ങനെ ഡിസംബർ മാസം ആണെങ്കിലും രാവിലെയും ഒക്കെ ഓക്കെ. പക്ഷേ ഈ ഒരു ഉച്ച സമയത്തോ ഈ 4 മണി 3 സമയത്തൊന്നും ഇങ്ങനത്തെ ക്ലൈമറ്റ് ഉണ്ടാവാറില്ല. എന്റെ പാട്ട് കേട്ട് ഉറങ്ങി കൈ സംഭവം. എന്റെ പാട്ട് കേട്ട് 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 ഉറങ്ങി എന്റെ കുഞ്ഞ്. അച്ഛന്റെ പൊണ്ണ്. എനിക്കിങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ അവൻ ഉണർത്താൻ തോന്നും ചില നേരം. ബോറടിക്കുന്ന അവ ഇല്ലാണ്ട് ഒരു അലപ്പ് കേൾക്കാഞ്ഞിട്ട്. ഞാൻ ഉണർത്തട്ടെ. നീ എന്നെ തടയുന്നു, വിടടി എന്റെ കൈ. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പോർട്സിന് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. ഫിറ്റ്നസ് റിലേറ്റഡ് സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് വാങ്ങാം. വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് അതിനകത്ത് അശയില് ഡ്രസ്സ് ഉണക്കം ഇടല്ലേ കേട്ടോ. എന്തെങ്കിലും എന്നും അത് ഉപയോഗിക്കണം. വർക്കൗട്ട് ആദ്യം ഇങ്ങനത്തെ ഈ ഉത്സാഹം ഇനി അന്ന് വരെ കാണണം. എനിക്ക് ഒരു മാസം കൊണ്ട് എൻ്റെ ഒരു 5 കിലോ കുറയുന്ന പോലത്തെ അതിന് വർക്കൗട്ട് ചെയ്യണം. സാധനം വാങ്ങിച്ചാൽ മാത്രം പോരാ. അതെ ചെറുക്കനടിക്കില്ലേ? ചെറുക്കനടിച്ചാൽ അതിന്റെ അച്ഛനും അമ്മയും നിന്നെ അടിക്കും. കയ്യതിന്ന് ഞാൻ എടുക്കൂല. നിന്റെ നമ്പരൊന്നും ഇവിടെ വേണ്ട. അമ്പൂട്ടിനെ ക്രിക്കറ്റ് പഠിപ്പിക്കാൻ പെടണം കേട്ടോ. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ്. ഗ്രൗണ്ടിൽ അയ്യത്തിറന്ന് അടിക്കുന്നതാണ് ഇവിടെ പോയി പഠിക്കുന്നത്. ഇവിടെ കോച്ചിങ് സെന്ററൊക്കെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അച്ഛനും പറയത്തില്ല. നിനക്ക് ഉണ്ടെങ്കിൽ നിനക്ക് എന്തിലും വേണമെങ്കിലും പോവാം. എല്ലാത്തിനും അവന് താല്പര്യം ആദ്യം വേണം. എങ്ങനത്തെ ഐറ്റമാണ് നോക്കണം. നിനക്ക് സൈക്കിള് വേണോ അല്ലാതെ നമ്മൾ ഓടുന്ന ഏതാണ് പെട്ടെന്ന്? അത് നീ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. ഇത് കറണ്ട് വേണ്ടാന്ന് തോന്നുന്നു. സ്റ്റാഫിന് ചോദിക്കാം. ചേട്ടാ ബാറ്ററി ടൈപ്പാണ്. ഫ്ലൈ വീൽ കപ്പിൾസ് നമ്മുടെ നല്ല ഏത് മോഡലാണെങ്കിലും ഫ്ലൈ വീൽ കൂടുമ്പോൾ നമുക്ക് ഇത് ബേസ് മോഡലാട്ടോ. ഇത് വേറെ മീറ്ററൊന്നുമില്ല. ഇതിൻ്റെ സ്പീഡ് മാത്രമേ കാണിക്കൂ. നമ്മൾ സൈക്കിളിൽ എത്ര സ്പീഡിൽ പോകുന്നു. അല്ലല്ല, ഇത് നമ്മൾ ചവിട്ടുന്ന അനുസരിച്ച് കിലോമീറ്റർ അനുസരിച്ച് കാണിക്കും കേട്ടോ. ഗൈസ് ലോവർ ബോഡിക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇല്ലേ മുതലേ
വയറ് കുറയാൻ അടിവയറൊക്കെ കുറയും. പക്ഷെ ഇതാകുമ്പോ ഫുള്ളാണ് ഇത് മുറിച്ച്. അത് കൈയും കാലും ഫുൾ ബോഡിയും വരുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ ഈ സാധനം. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഇത് ബാക്കിലേക്ക് പോകുന്നത് ഇച്ചിരി യൂസ്ഡ് ആവണം, മറ്റേതങ്ങനെയല്ലോ. ഇത് കുറച്ച് 2 ദിവസം യൂസ്ഡ് ആവണം, എന്നാലേ നീ ഇതെടുത്താ ഓടണം, നടക്കരുത്. നടത്താ നീ വിചാരിച്ച എഫക്റ്റ്. സാധനം കൊള്ളാം കേട്ടോ. ഇവിടെ കലോറി ബേൺ ചെയ്യുന്നത് കാണിക്കുന്നതാണ്. 4 കലോറി ബേൺ ചെയ്യും. 1 തോന്നുന്നു. ഒരു കലോറി ഉണ്ട് ഞാനാ ഓടിയത്. ഇതില് വേറെ ഒന്നുമില്ലല്ലോ, മറ്റേതിലെന്തോ അത്രയും അഡ്വാൻസ്ഡ് എന്തോ. അത് ഇച്ചിരി കൂടി അതിനകത്ത് സ്പീക്കർ, FM, കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉണ്ട്, കുറച്ചുകൂടി സ്റ്റേബിൾ ആണിത്. നമുക്ക് അത്ര പാട്ടൊക്കെ ഫോണിലിട്ട് വെച്ചാൽ മതി. വീഡിയോ വെച്ച് ഇവിടെ കാണാം. 24 കലോറി ബേൺ ചെയ്തു. ഇന്ന് മൊത്തത്തിൽ ഒരു 20-30 ആയിക്കാണ്. കാരണം അതില് കുറച്ച് വൈകിട്ട് വരാം. വൈകിട്ട് വന്ന് ഇത് ചെയ്തിട്ട് വീട്ടിൽ പോ. ജിമ്മിൽ പോയാൽ മതി. തല കിളി പറക്കുന്നു. ആണല്ലേ, ഡെയിലി ചെയ്ത് വരുമ്പോ ശരിയോ. ഗൈസ്, ഇപ്പൊ നമ്മൾ വാങ്ങി ബേസ് മോഡൽ സാധനം വാങ്ങി കേട്ടോ. ബേസ് വെച്ചാ ട്രെഡ്മില്ലിലെ ഏറ്റവും വില കുറഞ്ഞത് അവിടെ ഉള്ളതില്ലേ. ഡെക്കാത്തലോണില് അത്യാവശ്യം നല്ല സാധനം അല്ലേ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓൺലൈനിൽ ഇതിലും നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. പിന്നെ ഇവിടെ നിന്നാകുമ്പോ നമുക്ക് സർവീസ് എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വന്നാൽ മതി. ഇനി ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് തലവേദനയ്ക്ക് ഇതില്ല, അതുകൊണ്ട് പറ്റിപ്പോയാൽ സഹിക്കാനേ പറ്റും. സത്യം. ഓരോ ഈ ഫിറ്റ്നസ് റിലേറ്റഡ് എക്യുപ്മെന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് എല്ലാത്തിനും അല്ലേ. അല്ല, നമുക്ക് ഒന്നാമത്തെ കാര്യമേ, നമുക്ക് കുഞ്ഞിനായിട്ട് നോക്കി വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഫ്രീ ആവുന്നത് ചിലപ്പോൾ 10 മണിക്ക് 9 മണിക്കൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ പോകാൻ പറ്റില്ല. ഇതാകുമ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓരോ ടൈമില്ല, അങ്ങനെയില്ല. ഷവർമ കഴിക്കാനാണ് നേരെ ഫിറ്റ്നസ് ഇറങ്ങി സാധനം. അല്ല, നമ്മൾ കഴിക്കാൻ പോകുന്ന അൽത്താസേനാണ് കേട്ടോ. അൽത്താസേനാണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് ഷവർമ കഴിക്കാൻ പറ്റുന്നത്. അല്ല, അവിടെ അടിപൊളി. നിങ്ങൾ അൽത്താസേന്ന് ട്രിവാൻഡ്രം അൽത്താസേന്ന് ഷവർമ കഴിച്ചിട്ടുണ്ടോ? സൂപ്പർ ഷവർമയാണ്. ഞാൻ ഒറ്റ കഴിച്ചിട്ടുള്ളൂ അന്ന്. അടിപൊളി ഷവർമ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് അൽത്താസേന്ന്. നല്ല അവിടെ നല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, വിത്തൗട്ട് മയോണൈസ് ഉണ്ട്. അവിടുത്തെ ഷവർമ പ്രോസസ് ചെയ്യുന്ന കറക്റ്റ് റൂളായിട്ടാണ്. അവിടെ മയോണൈസ് ഒക്കെ എത്ര ടൈം കഴിയുമ്പോൾ അവരത് മാറ്റും, റീപ്ലേസ് ചെയ്യും. അങ്ങനെ അവർക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷവർമ അടിക്കുന്നെങ്കിൽ ട്രിവാൻഡ്രം അൽത്താസ എന്നത് പ്രൊമോഷൻ ഒന്നും അല്ല, 10 പൈസ എനിക്ക് തന്നിട്ടില്ല. ഞാൻ അങ്ങനെ പറയുക. കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷവർമ ഞാനും ഒരുപാട് നാളെ കഴിച്ചിട്ട് ഇപ്പോഴും ആ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അമ്പു ഷവർമ വേണ്ടിയിട്ടില്ലല്ലോ, ഇനിട്ടില്ല ഷവർമ, അടിപൊളി ഷവർമ. ഷവർമ നോക്കടി, അതിന്റെ സൈസ് നോക്ക്. നമ്മളെവിടെയൊക്കെ ചെറിയ പോർഷനിലല്ലേ, ഇവിടെ ഭയങ്കര സ്ക്വയർ ആയിട്ട്. അതിനകത്ത് എത്ര കിലോ ചിക്കൻ കാണൂടി? ഇത്രയും ഷവർമ ട്രിവാൻഡ്രത്ത് കച്ചവടം ഉണ്ട്. അത് അത്രയും കച്ചവടം ഉണ്ട്. അത് മാത്രമല്ല, ഇത്രയും ഷവർമ ട്രിവാൻഡ്രത്ത് സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരെണ്ണം ആയിരിക്കൂല കേട്ടോ, അതിന്റെ ചിലപ്പോൾ 2ാമത്തെ ട്രിപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് എത്ര കിലോയുടെ ഷവർമ ഒരു ദിവസം. ചിക്കൻ ഇല്ലാതെ അത് മാത്രമല്ല ഗൈസ്, ഇപ്പൊ അടുത്ത ഫുഡ് സ്റ്റൈല് മാറി. പണ്ടെന്ന് പറയുമ്പോ നമ്മള് ഈ ബിരിയാണി അല്ല, ബിരിയാണി ഊണൊക്കെ എല്ലാ കടകളിലും കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം മന്തി. ശ്രദ്ധിച്ചാൽ നമ്മൾ തന്നെ ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു ഊണ് കഴിക്കാൻ ഒരു മൂഡ് തോന്നിയ കടകൾ കാണത്തില്ല. ആ സമയത്ത് ഒരു 7-8 മന്തി സ്പോട്ട് കാണും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫുഡിന്റെ ഒരു ഇത് മാറി. ഇവിടെ ഇരിക്കാം, ടേബിളിന്റെ മണ്ടേ വന്നിരുന്ന താളം പിടിക്കണം, ഫുഡ് അപ്പം കിട്ടണം. അത് കണ്ടിട്ട് കൊതിർക്കുക. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കട്ടെ. ഓടാ എന്തോ വേണം തന്നെ പുറത്ത് കയറാനാ. നോക്ക്, കാലെടുത്ത് വെച്ച് മെല്ലെ സ്വാതന്ത്ര്യം നേടിയെടുക്കും കേട്ടോ. ഇനി നോക്കി ഇതെടുത്ത് തറയിടണം. പ്രത്യേകതര കണ്ടോ, അങ്ങോട്ട് നോട്ടം പോയി. എനിക്കറിയാം അവനാ, എല്ലാവിധ ഉടായിപ്പോഴും ഉണ്ടാവും. ആദ്യങ്ങനെ ആടിയൊക്കെ ഇരിക്കും, എന്നിട്ട് ആരും ശ്രദ്ധിക്കില്ലെന്ന് അറിഞ്ഞ പിന്നെ അടുത്തടുത്ത കുസൃതി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കും. ഇന്നത്തേക്കുള്ള കഴിവായിരുന്നു പറഞ്ഞല്ലോ. ലൈറ്റിങ് അടിപൊളി.
ഷവർമ്മയ്ക്ക് പക്ക. ഇവിടെ ഷവർമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ ഷവർമ്മ മാത്രമേ ഉള്ളൂ. ഇത് വായിൽ എന്തെങ്കിലും വെച്ചില്ലെങ്കിലേ ഈ സൈറൻ മുടങ്ങിക്കൊണ്ടിരിക്കും. കുറെ ഹൈപ്പ് വന്നത് നമുക്കിന്ന് കഴിച്ചു നോക്കണം. ഒന്നുകൂടി പോയിട്ട് സ്വർണ്ണം പോരാ. അത്രയ്ക്ക് നല്ലയോ? മൈനസ് ഉണ്ടോ ഇതേ? നോട്ടെ. വേണ്ട. അടിപൊളി. അത് തീർന്നു. വേറെ ടേസ്റ്റ് കറക്റ്റ് ഫില്ലിങ്, സോസ് കറക്റ്റ്. അവന് കൊടുക്ക. എങ്ങനെയുണ്ട് മോളെ? വേറൊരു മണം, വേറൊരു ടേസ്റ്റ്. സംഭവം പൊളി. ഇതെന്തുവായിരുന്നടാ? ബ്ലൂബെറി. ബ്ലൂബെറി. നമ്മൾ ഒറ്റ ഡ്രിങ്ക് പറഞ്ഞു കേട്ടോ. ഇത് മറ്റേ സോസ് വെച്ചിട്ടാ, ഫ്ലേവർഡ് സാധനം. ഈ ചിലതൊക്കെ ഓർഡർ ചെയ്ത് പെടുവല്ലോ, അത് അങ്ങനത്തെ ഒരു ഐറ്റം കേട്ടോ. ഇത് കൊള്ളത്തില്ല കേട്ടോ. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഫ്ലേവർ എനിക്ക് അപ്പോഴേ തോന്നി, പറയണ്ടായിരുന്നു. എന്നെ പിന്നെ കുഴപ്പമില്ല, പിടിച്ചാൽ ഷവർമ്മ 10 ഞാൻ 100 കൊടുക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ്. നീ കഴിച്ചതില് ഏറ്റവും സൂപ്പർ ഷവർമ്മ ഏതാ? ഇതല്ലേ? ഇല്ലേ? ക്രഞ്ചി. അടുത്തത് ഒരു ഡയറ്റ് ഷവർമ്മ പറഞ്ഞു കേട്ടോ. അതിനകത്ത് നമുക്ക് കുറച്ച് കുക്കുംബർ ഉണ്ട്, കോൺ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇത് കലോറി കുറവാന്ന് പറഞ്ഞേ. അപ്പൊ ഡയറ്റ് ആയിട്ട് വരുന്നവർക്കും ഡയറ്റ് ഷവർമ്മ. ഇത് മയമല്ല. മയമല്ലേ? സ്പൂണ് തരാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അടിപൊളി. അടുത്തോട് ക്യാമറ ഓടും. ജിമ്മനായി പോയി. ശകലം ബോഡിയൊക്കെ വെച്ച വെച്ച് ജിമ്മനായി കേട്ടോ ആള്. അതിന്റെ ജാടയൊന്നും നമുക്കില്ല. ഇവനിപ്പോ എടുക്കാൻ വരുമ്പോ ഇവ ഓടും. എന്തിനാണ് ഓടുന്നത്? നിന്നെ എടുക്കാൻ വരുമ്പോ നീ അടുത്തോട്ട് ക്യാമറ ഉണ്ടെന്ന് ഓടും. എന്താണ് ഇത്? എന്ത് ചിരിയാണ്? സ്വന്തം നമ്മളെ ഒന്നും പാർട്ടല്ല അവൻ. അവൻ നമ്മളെ പറ്റിക്കുമല്ലേ? കണ്ടു കണ്ട് ആസ്വദിക്കുന്നു. അവനറിയാമേത് അവനാണ്, അവൻ കളിപ്പിക്കുവാണ്. പിന്നെ നമ്മള് സാധനം ട്രക്മില് നമ്മളത് ഓടുന്നത് ആദ്യം നമ്മൾ നോക്കിയത് കേട്ടോ. ബേസാ വാങ്ങിച്ചത്. ബേസ് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളതിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നതാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാനിപ്പോൾ ഓൺലൈനിൽ നോക്കിയേ, ഭയങ്കര റേറ്റ് കുറവാണ്. അല്ല പക്ഷേ ഓൺലൈനിനെക്കാട്ടി നല്ലതാണെന്ന് പറയുന്നത് ഡെക്കാത്തലോൺ. കാരണം എടാ ഇത് തന്നെ ഈ കമ്പനി കുറേ ഉടായ്പകളുണ്ടോ. കുറേ ഓൺലൈനിൽ കാണിക്കുന്ന മിക്കതും നല്ല ബ്രാൻഡ്സ് അല്ല. അതുമല്ല അതിൻ്റെ സർവീസൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഡെക്കാത്തലോൺ ആകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പ്രൈസ് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. എന്നാലും കുഴപ്പമില്ല, പ്രൈസ് കൂടുതലാണ്. ഓൺലൈനിൽ മറ്റേ റിക്ലൈൻ ചെയ്യുന്നതൊക്കെ 27-26 ഉണ്ട്. ഈ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല, ഏതാണ് ടോപ്പ് ബ്രാൻഡ് എന്ന്. ഞാൻ അത് നമ്മളെ മേഖല അല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടില്ല. എന്തുവാടാ കൈ കാണിക്കുന്നത്?
ഇവൻ വന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അമ്പു. ഇപ്പോഴാണെന്നേ. ബൈ ദ ബൈ ഗൈസ്, രാത്രി ഇത്രയേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ സാധനം ഇനി ഒരു 1 വീക്കാ പറയുന്നേ. 2 ദിവസത്തിനകം വീട്ടിൽ റിസീവ് ആവുമായിരിക്കും സാധനം അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ആൻഡ് ലവ് യു. അമ്പു ഒരു ബ്ലൂം കോഡ്.